ഒരു മുഖ്യമന്ത്രി എന്നുള്ളതിലെ ഒരുപാട് പേരുമായിട്ട് അങ്ങ് ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ മതമേലധ്യക്ഷന്മാരും പല ആൾക്കാരുമായിട്ട് അങ്ങ് ബന്ധപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ പിണറായി വിജയൻ എന്നൊരു വ്യക്തി ആരുപദേശിച്ചാൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുക? ആരോപദേശവും സ്വീകരിക്കും. ആരുടെ ഉപദേശവും സ്വീകരിക്കും. ഈ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ ആരുടെയും ഉപദേശം സ്വീകരിക്കും. എനിക്ക് വരുന്ന ചില കത്തുകൾ നല്ല ചില നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും. ആ നിർദ്ദേശങ്ങൾ ഇതൊക്കെ അങ്ങ് വായിച്ചു നോക്കും, അതോ അങ്ങയുടെ സ്റ്റാഫ് വായിച്ചിട്ട്? അല്ല, ചിലത് ഞാൻ തന്നെ വായിക്കേണ്ടതുണ്ടാവും. അത്തരം കത്തുകൾ എൻ്റെ കയ്യിൽ തന്നെ. ഇങ്ങനെ വായിച്ച കത്തുകളിൽ അങ്ങ് ഷോക്കേറ്റ് പോയ കത്തുകളുണ്ടോ? അല്ല, അങ്ങനെ ഷോക്കിൻ്റെതല്ല. നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങുന്ന കത്ത് വരും. ഒരു 80 വയസ്സിലധികം പ്രായമുള്ള ഒരാളൊരു കത്ത് എനിക്ക് അയച്ച് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിനകത്തൊരു ധാരാളം നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, നല്ല നിർദ്ദേശങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് സഹായകമായിട്ട് വരും. അതെല്ലാം സ്വീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അല്ല, ഒരു മുഖ്യമന്ത്രി എന്നുള്ളതില്ല, ഇപ്പോൾ ചരിത്രത്തിൽ സ്ഥാനം നേടാനല്ലല്ലോ അങ്ങ് മുഖ്യമന്ത്രി, ജനങ്ങളെ സേവിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലും അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ക്ലേശിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കൂടുകയാണ്. അപ്പോൾ ഇവരുടെ വിവരങ്ങൾ ശരിക്കും അങ്ങയുടെ അടുത്ത് എത്തുന്നുണ്ടോ? ക്ലേശിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ സ്വാഭാവികമായിട്ട് എത്തുമല്ലോ. അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണല്ലോ ആലോചിച്ച് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത അതിദരിദ്ര വിഭാഗത്തെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടി സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് 0.7% കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾ. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിൽ വളരെ കൂടുതലാണ്. നമ്മുടെ ഇവിടെ ദരിദ്രാവസ്ഥ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണല്ലോ കേരളം. അതിന് കാരണം എന്താ? നമ്മുടെ പൊതുവിതരണ രംഗമൊക്കെ ശക്തിപ്പെടുത്തിയാണല്ലോ. അങ്ങനെയുണ്ടെങ്കിലും ഈ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 64,006 കുടുംബങ്ങളാണുള്ളത്. ആ കുടുംബങ്ങളെ ഇത് 0.7% ആണല്ലോ, അതുകൊണ്ട് വിട്ടുകളിയ എന്നല്ല എടുത്തത്. അവരെ എങ്ങനെ മുക്തമാക്കാൻ പറ്റുമെന്നാണ് ആലോചിച്ചത്. ഈ നവംബർ 1 ആകുമ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ പ്രഖ്യാപിക്കും കേരളം അതിദരിദ്ര കുടുംബമില്ലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ആ നടപടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പാവപ്പെട്ട അവസ്ഥയിൽ നിന്ന് എങ്ങനെ കരകയറ്റാൻ പറ്റുമെന്ന ആലോചനയുടെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ. മറ്റൊന്ന് ആലോചിച്ചോളൂ, ഇങ്ങനെ നടപടിയെടുക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനമുണ്ടോ? പരിശോധിച്ചോ നിങ്ങൾ? എൻ്റെ അറിവിൽപ്പെട്ടെടുത്തോളം ഇല്ല എന്നാണ്. അപ്പോൾ ഖജനാവിൻ്റെ ആരോഗ്യം എങ്ങനെയാണ്? ഖജനാവിൻ്റെ ആരോഗ്യം പൊതുവേ നല്ലതാണ്. അതായത് ഖജനാവിൻ്റെ ആരോഗ്യം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അല്ല, അതിന് 2-3 വശമുണ്ട്. ഖജനാവിൻ്റെ ആരോഗ്യം പൊതുവിൽ നിൽക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ ആണല്ലോ പ്രശ്നം. വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ തനതായി ഉണ്ടാക്കുന്ന വരുമാനം, മറ്റൊരു ഭാഗം നമുക്ക് അർഹതപ്പെട്ടത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടതാണ്. വേറൊരു ഭാഗം സംസ്ഥാനത്തിനെടുക്കാനുള്ള വായ്പയാണ്, ആ വായ്പയിലൂടെ എടുക്കുന്ന വരുമാനം. ഇതെല്ലാം കൂടി ചേർന്നതാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം. നമ്മളെ തനത് വരുമാനം എടുത്താൽ അതിശയകരമായ വർധനവാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. അത് ആര് സമ്മതിക്കുന്ന കാര്യമാണ്? ഈ കടുത്ത വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് നല്ല വർധനവാണ്. എന്നാൽ ആ വർധനവ് നമുക്ക് പ്രതിഫലിക്കുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതത്തിൽ വലിയ കുറവ് വന്നു. നമ്മൾ എടുക്കാനുള്ള വായ്പയുടെ കാര്യത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. ഇപ്പോൾ വായ്പ എടുക്കാനൊരു അനുമതി കിട്ടിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന നിലയുണ്ടായി. ഇതാണ് നമുക്കുള്ള പ്രയാസം. ഇത് രണ്ടും പരിഹരിക്കപ്പെട്ടു പോയാൽ നമുക്ക് അർഹതപ്പെട്ടത് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി നൽകുകയും നമുക്ക് വായ്പ എടുക്കാനുള്ള, സാധാരണക്കാർക്ക് അർഹതപ്പെട്ട വായ്പ എടുക്കാനുള്ള അവകാശം അതേ നിലക്ക് സ്ഥാപിക്കപ്പെടുകയും ചെയ്താൽ കേരളം എന്ന സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ടൊരു പ്രയാസം ഉണ്ടാവില്ല. അതാണ് വസ്തുത. ഈ നമ്മുടെ അങ്ങയുടെ മന്ത്രിസഭ എന്ന് പറയുമ്പോൾ ഈ മന്ത്രിമാർക്കൊക്കെ അങ്ങയെടുത്ത് വന്ന് കാര്യങ്ങൾ സ്വതന്ത്രമായി ചർച്ച ചെയ്യാനും മന്ത്രിമാർക്കൊക്കെ അങ്ങേ ഒരു പേടിച്ച് മാറി നിൽക്കുന്ന അവസ്ഥ ചിലരെങ്കിലും അങ്ങനെയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മുഖ്യമന്ത്രി എന്നുള്ളതിൽ അങ്ങയുടെ മറുപടി എന്താവും? അത് മന്ത്രിമാരെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. മന്ത്രിമാരൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെ ദീർഘമായ പാരമ്പര്യമുള്ളവരല്ലേ. അങ്ങ് സ്വന്തമായ അവരുടെ അഭിപ്രായം പ്രോത്സാഹിപ്പിക്കും. അവർക്ക് സാധാരണഗതിയിൽ നല്ല രീതിയിൽ അഭിപ്രായം പറയാൻ സാധിക്കുമല്ലോ. ഞങ്ങൾ ക്യാബിനറ്റിൽ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രമല്ല, മറ്റു തരത്തിൽ വ്യക്തിപരമായിട്ട് വന്ന് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ചർച്ചകൾ നടക്കും. അതിന് പുറമേ ഞങ്ങൾ മാസത്തിലൊരു തവണ ഒരു അനൗപചാരിക ഇരുത്തമുണ്ട്. അതിനകത്ത് പല പ്രശ്നങ്ങളും ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും. അങ്ങനെയൊക്കെയുള്ള നടപടികളാണല്ലോ ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നത്.
അങ്ങ് ഏറ്റവും ഇവിടെ പരസ്പര ഭയത്തിൻ്റെ പ്രശ്നമല്ല. ഇത് ഒരു LDF എന്നത് പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തി പോകുന്ന ഒരു സംവിധാനമാണ്. അങ്ങ് ഏറ്റവും കൂടുതൽ എപ്പോഴും ഈ സമയക്രമം പാലിക്കാൻ അങ്ങ് ശ്രദ്ധിക്കാറുണ്ടോ? ഞാനിത് പാലിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങ് വളരെ സന്തോഷവാനായി കാണുന്നു. ഇപ്പോൾ വിമർശനങ്ങളിലൊക്കെ ശക്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യം. ഇതൊക്കെ അങ്ങ് വിലയിരുത്തുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ഏതായാലും കാലാവസ്ഥ മാറ്റം നിങ്ങളുടെ യാത്ര ശുഭകരമാവട്ടെ. തീർച്ചയായിട്ടും യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറും. അത് നല്ലതാണ്. തീർച്ചയായിട്ടും ഞാനതൊരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു ബുക്കാക്കി അങ്ങേക്ക്. നല്ലതായിരിക്കും. അതല്ല, എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമാണല്ലോ. ഇതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നല്ലതായിരിക്കും. വളരെ വളരെ സന്തോഷമായിട്ട് ആവട്ടെ. യാത്ര വിജയിക്കട്ടെ. ഓക്കെ, താങ്ക് യു.